മമ്മൂട്ടി ഇപ്പോൾ ഷൂട്ടിംഗ് തിരക്കിലാണ്. അസർബൈജാനിലാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ഇന്നലെ മരണവാർത്ത അറിഞ്ഞത് 10 മണിയോടെയാണ്. അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിനെ വിളിച്ചിരുന്നു. എന്നാൽ എങ്ങനെ നോക്കിയാലും അസർബൈജാനിൽ നിന്ന് ഇന്ന് അദ്ദേഹത്തിന് മരണച്ചടങ്ങിന് മുമ്പ് എത്താൻ സാധിക്കില്ല. വൈകുന്നേരമായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട MDയെ എല്ലാ ചടങ്ങുകളോടുകൂടിയും ഇവിടെ നിന്ന് പറഞ്ഞയച്ചത്. എന്നാൽ അതിനു മുൻപ് അദ്ദേഹത്തിന് എത്താൻ സാധിക്കില്ല എന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ അദ്ദേഹം എത്തിയിട്ടില്ലായിരുന്നു. സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണിത്. എന്നാൽ അവിടെ മുഴുവൻ സമയവും മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ഉണ്ടായിരുന്നു. മമ്മൂട്ടിക്കും എത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ മോഹൻലാൽ അവിടെ മുഴുവൻ സമയം നിന്നതു എന്നതെല്ലാവരും ശ്രദ്ധിച്ചു. അത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തു. ആരാധകർക്കെല്ലാവർക്കും അത് വളരെയധികം താല്പര്യവും ഇഷ്ടവുമായി. മമ്മൂക്കയ്ക്ക് അവിടെ എത്താൻ സാധിക്കാത്തത് എല്ലാവർക്കും വിഷമമുണ്ട്. അത് മമ്മൂട്ടിക്കും വിഷമം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നതും. സോഷ്യൽ മീഡിയയിലടക്കം എല്ലാവരും മമ്മൂട്ടിക്ക് എത്താൻ പറ്റാത്ത വിഷമമാണ് പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം അവസാനം കൊച്ചിയിൽ നിന്ന് പോകുന്ന സമയം പോലും അദ്ദേഹം അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും MDയുടെ കുടുംബത്തിൻ്റെ അടുത്ത് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആശുപത്രിയിലെത്തി ഏറെ നേരം അവിടെ ചിലവഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് മമ്മൂട്ടി മടങ്ങിയത് പോലും. അത്രമാത്രം MDയോടുള്ള സ്നേഹം മമ്മൂട്ടി അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലടക്കം മമ്മൂട്ടിയുടെ ആരാധകർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മമ്മൂട്ടി ഇന്നത്തെ ദിവസത്തിന് എത്താത്തതിനെക്കുറിച്ചും എല്ലാവരും പ്രതിഷേധിക്കുന്നു. എന്നാൽ അസർബൈജാനിൽ നിന്ന് അദ്ദേഹത്തിന് എങ്ങനെ എത്താനും കുറേയധികം നേരമെടുക്കും. അദ്ദേഹത്തിന് ഒരിക്കലും മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനാകില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് എത്തിയിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്നതും. ഇതറിയാത്തവരാണ് അദ്ദേഹത്തിന് കുറ്റം പറയുന്നതെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും പറയുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് പോലും ഇതിനെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുള്ളത്. മമ്മൂട്ടി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ആദ്യം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത്. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു ആശുപത്രി അധികൃതരെല്ലാവരും തന്നെ ഇവരുടെ മരണവാർത്ത പുറത്തുവിട്ടത്. 10 മണിയോടെ ആയിരിക്കണം അന്ത്യം സ്ഥിരീകരിച്ചതും. അദ്ദേഹം കുറച്ചധികം നാളുകളായി തന്നെ ആശുപത്രിയിലായിരുന്നു. അസുഖം മൂർച്ഛിച്ച അവസ്ഥയിലും പലരും കാണാനെത്തിയിട്ടുണ്ടായിരുന്നു. പലരും അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തെത്താൻ ഒരുപാട് പേർ കൊതിച്ചിരുന്നു എന്ന് പറയുന്നതാണ് സത്യം. ഇന്നൊരു നാട് മുഴുവൻ അദ്ദേഹത്തിന് യാത്ര ചൊല്ലി. അദ്ദേഹത്തിന് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്നെയാണ് മടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോലും നടപ്പാതെയാണുള്ളത്. കാറു കയറാനുള്ള വഴി ഉണ്ടാക്കുന്നത് പോലും അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. എന്നെ കാണാൻ വരുന്നവരെല്ലാവരും നടന്നു വന്നാൽ മതി, സാധാരണക്കാരായി വന്നാൽ മതി, കാറിൽ വരണമെന്നില്ല. നടന്നു വരാത്തവർക്കൊന്നും തന്നെ എന്നെ കാണാൻ വരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മരിക്കുമ്പോൾ പോലും എൻ്റെ മരണാനന്തര ചടങ്ങുകൾ ഇങ്ങനെ നടത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നടത്തണം. ഇങ്ങനെ ഒരു വാശിയുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. തൻ്റെ മരണാനന്തര ചടങ്ങുകൾ പോലും വളരെ ലളിതമായി നടത്തണമെന്ന് മക്കളോട് ആവശ്യപ്പെട്ട പിതാവ് തന്നെയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സിത്താരയോടും അശ്വതിയോടും ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഭാര്യ സരസ്വതിയോടും അദ്ദേഹം എപ്പോഴും ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. എൻ്റെ അവസാന നാളുകളിൽ പോലും ഇവിടെ താരങ്ങളെ കൊണ്ട് നിറച്ചാൽ പോലും സാധാരണക്കാർക്കും കാണാൻ സാധിക്കണം. എൻ്റെ കവിതയും എൻ്റെ എഴുത്തും ഇഷ്ടപ്പെടുന്നവരൊക്കെ തന്നെയും അവർക്കും വന്നു കാണാനുള്ള അവസരമുണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.